തുളസി ആയിരിക്കുമോ പ്രസവിച്ചേ? എന്റെ കൊച്ചായിരിക്കും എന്തോ. അവൻ എന്തായാലും ഇങ്ങനെ അറിയത്തില്ല. അങ്ങനെ ആയിരിക്കാം അങ്ങനെ എന്തായാലും അങ്ങനെ അറിയത്തില്ല. പിന്നെ ഞാൻ ഈ മാമിമാരും ഈ ചിറ്റമാരും എല്ലാം കൂടി എന്ത് ഉദ്ദേശത്തിലാണ്? നിങ്ങൾ ഈ ഒരേ കളർ സാരി കൊടുത്തോണ്ട് വരാൻ ഇവിടെ കല്യാണത്തിൽ വന്നിരിക്കുകയല്ല. ഇവിടെ എന്റെ പെണ്ണുമ്പോൾ പ്രസവിക്കാൻ നടക്കുന്നത് ലേബർ റൂമിന്റെ ഫ്രണ്ട് ആയിരിക്കുന്നത്. അത് തന്നെ ഇത് അപകടം വന്ന്. കാരണം ഈ ഒരേ കളർ സാരി കൊടുത്താൽ ആരേലും ഒരാളൊരു കുഴപ്പമുണ്ടാക്കിയാൽ തെരഞ്ഞു പിടിച്ച് ഇടി മേടിക്കും എല്ലാവർക്കും. എനിക്ക് ഈ കളർ ഷർട്ട് ഇല്ലാഞ്ഞിട്ടാണോ ഞാനത് രക്ഷപ്പെടാൻ വേണ്ടി വേറെ ഇട്ടേക്കുന്നത്. ഞാൻ മനസ്സിലായോ? പാർവതിയുടെ ഭർത്താവാരാ? പറഞ്ഞത് പിന്നെ അകത്ത് കിടക്കുന്ന പേഷ്യന്റ് പാർവതിയുടെ ഭർത്താവാരാണെന്ന്. അത് ആ വിഗ് വരെ കഷണ്ടി ആയിട്ട് നിൽക്കുന്ന ഇല്ല പുള്ളി ആണോ? അതെ. എന്നാ പിന്നെ അയാളോട് പറഞ്ഞേ പാർവതി പ്രസവിച്ചു ആൺകുഞ്ഞാണെന്ന്. ഞാൻ തിരിച്ചെന്ന് പറയണത്. ഞാൻ പറഞ്ഞ പുള്ളി അറിയാം എനിക്ക് എന്തെങ്കിലും അതിനകത്ത് ബന്ധം കാണുന്നു. നിങ്ങൾ ഈ പെണ്ണുങ്ങളെ കൂടെ ഈ പ്രസവ വാർഡിന്റെ ഫ്രണ്ടിൽ വന്ന് കൂട്ടം കൂടി നിൽക്കേണ്ട കാര്യം എന്തുവാ? ഇതൊരു സർക്കാർ ആശുപത്രിയാ കേട്ടോ. അതും പ്രസവ വാർഡിന്റെ ഫ്രണ്ടില് ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. നിങ്ങളൊക്കെ ഇറങ്ങി ആരാ വിളിച്ചത്? ഹലോ, ആരെ വഴക്ക് പറയണ്ട. അവരെന്റെ ബന്ധുക്കൾ എന്റെ കൂടെ വന്നാ. തന്റെ ബന്ധുക്കളാണോ? അതെ അതെ. അതിന് താനാരാ? ഞാനാരാണെന്ന് പോലും. എടാ താനാരാന്ന്? ഞാനാരാന്ന് അതാണല്ലോ. ഞാനാരാ? ഞാനാ. അതായത് കൊല്ലത്ത് നിന്ന് തുളസി അകത്ത് കിടപ്പുണ്ട്. അവിടെ കൂടെ വന്നാ. അയ്യോ, അപ്പൊ കൊല്ലം തുളസിയാണോ അകത്ത് പ്രസവിക്കാൻ കിടക്കുന്നത്? കൊല്ലം തുളസിയല്ല, പിന്നെ കൊല്ലത്തുനിന്ന് വന്ന തുളസി അകത്ത് കിടപ്പുണ്ട്. അവിടെ ഭർത്താവാണ് ഞാൻ, മുരളി. എടാ അതിന് താൻ ഈ ക്യാമറ ഈ സ്റ്റാൻഡ് വരേണ്ട കാര്യം എന്തുവാ? അല്ല, അതെന്താന്നറിയാം മാഡം, അതായത് ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പൊ ഈ പ്രസവം യൂട്യൂബിൽ ലൈവായിട്ട് ഇടുന്നുണ്ടല്ലോ. അത് കണ്ടപ്പോ എന്റെ വൈഫിന് ഒരേ ആഗ്രഹം പ്രസവം ലൈവായിട്ട് വിടണമെന്ന്. അപ്പൊ അതിനായിട്ടാണ് ഞാൻ ബന്ധുക്കളെയൊക്കെ കൂട്ടി ഇത് യൂട്യൂബിൽ ഇടാനായിട്ടാണ് ഇത് ലൈവ്. തന്റെ ഒരു ട്യൂബ് ഇതിനകത്ത് കയറ്റത്തില്ല. പക്ഷെ അങ്ങനെ പറയില്ല മാഡം, ഞാനിതൊന്ന് ഷൂട്ട് ചെയ്യട്ടെ. എടാ തന്റെ ഭാര്യയാണോ അകത്ത് കിടക്കുന്നത്? അയ്യോ, അല്ലെന്ന് അവളങ്ങനെ പറഞ്ഞ. എടോ ആദ്യത്തെ കൺമണിയാണോ അത്? ആദ്യത്തെ കൺമണി ആയിക്കോട്ടെ, ആണായിരിക്കണം. ആയിക്കോട്ടെ, അച്ഛനെ പോലെ ഇരിക്കണം. എങ്കിൽ അച്ഛൻ ചെന്നവിടെ ഇരിക്കണം. ആയിക്കോട്ടെ. അയ്യോ അല്ല, എന്നെ പിടിച്ച് അങ്ങനെ ഇരുത്തരുത്. പിന്നെ കഷ്ടമുണ്ട് മാഡം, ഞാനിതൊന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ യൂട്യൂബിൽ ഇട്ടാണ്. എന്നെ അകത്തോടൊന്ന് കേട്ടെ. എടാ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞില്ലേ? സംഭവം എന്തെന്നറിയാമോ? ഈ അവള് തുളസി, അവള് ഈ ഭയങ്കര റീൽസിന്റെ ആളാണ്. അപ്പൊ അവക്ക് അവിടെ ആഗ്രഹം കൊണ്ടാണ്. അവക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 ബസ് ഡ്രൈവർമാരുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. ബസ് ഡ്രൈവർമാരാ? ഇങ്ങനെ അടിക്കുമ്പോ ചെയ്യണം അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ അവക്കുണ്ട്. അപ്പൊ അതിനകത്തോട്ട് ലൈവ് വിടാൻ വേണ്ടിട്ടാ. അപ്പൊ അവൾ ഇതിനകത്ത് കയറി പോയിട്ട് എല്ലാം എന്നെ ഏൽപ്പിച്ചേക്കോ. എനിക്കാണെങ്കിൽ ഓപ്പറേഷൻ ഒന്നും അറിയാനും വയ്യ. അയ്യോ, ഓപ്പറേഷൻ അറിഞ്ഞുവിടുന്ന കാര്യത്തിൽ ഇയാൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിന് നല്ല വിദഗ്ധനായ സ്മാർട്ടായ ഒരു ഡോക്ടർ അകത്തിരിപ്പുണ്ട്, അറിയാമോ? ആ ഓപ്പറേഷൻ അല്ലെന്ന്, ഈ ക്യാമറയുടെ ഇതിന്റെ ഓപ്പറേഷൻ ഒന്നും എനിക്ക് വശമില്ല. അതാ അതുകൊണ്ട് പ്രായം വെച്ച് നമ്മൾ അങ്ങനെയാണ് പറയണത്. നീ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാതെ. ആര് വന്ന് ചോദിച്ചാലും ഡോക്ടറിനെല്ലാം അറിയാം. അവസാനം ഞാനാണ് ഇവിടെ വന്ന് വെള്ളം കുടിക്കണത് കേട്ടോ. മാമി അവളെ വേറെ കൊണ്ടുപോവാ. പുള്ളിക്കൊന്നും അറിഞ്ഞൂടാ. താൻ ഇതൊക്കെ എടുത്തോണ്ട് പോയി ഡോക്ടർ വന്ന് കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. ക്യാമറ തിന്നുവോ? കുഴപ്പമില്ല, തിന്നുന്നോട് ഇച്ചിരി പാളയത്തോടെ പഴം തിന്നാൻ പറയണം. എനിക്ക് രാവിലെ എന്റെ ക്യാമറ വേണം. ഡോക്ടർ കരിപ്പാവും, അറിയാവോ? എനിക്കകത്ത് ഒരുപാട് ജോലി എടുത്താ പോയേ. എന്തൊരു പെണ്ണുമ്പുള്ള ഇതല്ലേ. ഇപ്പൊ ഇങ്ങനെ നടന്നെങ്കിൽ വേളം വെക്കാൻ തോന്നും. നമ്മളാണ്ട് കൊടുക്കാണ്ടോ അവക്ക്? പിന്നെ പെങ്ങളെ ഇച്ചിരി സ്പോട്ട് അടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതേ, നമ്മളെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. കാരണം നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അകത്ത് കയറും, നമ്മൾ ഷൂട്ട് ചെയ്യും, ലൈവായിട്ട് വിടുകയും ചെയ്യും. പക്ഷെ എനിക്കുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കന്നിപ്രസവമാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും കൈകൂപ്പ്. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിലെ കിങ്ങിണികൾ. കിങ്ങിണി പറഞ്ഞപ്പോ ഞാൻ തന്നോട് പറഞ്ഞില്ലായിരുന്നോ ഇതൊരു സർക്കാർ ആശുപത്രിയല്ലേ? തനിക്ക് വെളിവില്ലേ? അകത്ത് കുറച്ച് പെണ്ണുങ്ങൾ കിടക്കുന്നതേ ഈ നെയ്യപ്പാച്ചപ്പം ചുടാൻ വേണ്ടിയിട്ടല്ല, പ്രസവിക്കാൻ കിടത്തിരിക്കുന്ന അറിയാമോ? ഇനി മേലിൽ തന്റെ ഒച്ചകളെ പോകരുത് കേട്ടോ. കാര്യം പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ ചിരിയുണ്ട്. ഞാനാണാ മാമി ബഹളം വെച്ച്? ഈ മുതുക്ക് അറുകലയല്ലേ കടന്ന് ബഹളം വെക്കും? ആണ് ഞാൻ വല്ലതും പറഞ്ഞാ നമ്മൾ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു? അല്ലേ തന്നെ ഇത് പെണ്ണുങ്ങൾ എന്തൊരു പൊടിക്കണത് ഇത്. നമ്മളിത് മാമനുമായിട്ട് വഴക്കിടും. ഈ സൈസ് പൊടിപ്പാണാ കിടന്ന് പൊടിക്കണ അല്ലല്ലേ? നമ്മളും ഒക്കെ പെണ്ണുങ്ങൾ തന്നെ, നമ്മളൊക്കെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളത് തന്നെ. നമ്മൾ അങ്ങനെ ഒന്നും പറയല്ലേ.
എന്റെ മുരളിയണ്ണ വേദന കൊണ്ട് എനിക്ക് കിടക്കാൻ വയ്യ കണ്ട മുരളിയണ്ണ. കണ്ട കണ്ട എന്റെ ഭാര്യ തുളസി അതിനകത്ത് കിടന്ന് വെള്ളം വെക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ഗുരുവില്ല. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചാണ് എനിക്ക് വിഷയം. എടോ അത് നിറവയറായിട്ട് കിടക്കുന്ന ഒരു പെണ്ണാ. അതിന് നിറവയറായിട്ട് കിടക്കുന്ന പെണ്ണിന്റെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അറിയാവോ? അങ്ങനൊന്നും പറഞ്ഞു തരും പോലെ ഈ നിറവേരം എന്നുള്ളത് 10 മാസം കഴിയുമ്പോൾ അങ്ങ് ഒഴിയും. എന്നിട്ട് പക്ഷെ ജീവിതാവസാനം വരെ ഈ കുടവേറുമായിട്ട് കിടക്കുന്ന ആണുങ്ങളുടെ എടാ, തന്റെ കുടവേറുന്ന കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത്. എനിക്ക് തന്റെ ഭാര്യയുടെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാനുണ്ട്. ഡീറ്റെയിൽസ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, ഞാനുമായിട്ട് അങ്ങനെ വിഷയമൊന്നും ഇല്ല കല്യാണത്തിന് ശേഷം. പക്ഷെ സർലേക്കായിട്ട് ചെറിയ വിഷയമുണ്ട്. സെർലാക്കാവോ? സെർലാക്കല്ലെന്ന് പിന്നെ ഉണ്ടായിരിക്കണില്ല കണ്ണാടി വെച്ചേ. അതവിടെ മൂത്തക്കയാണ് സർലയക്ക. അക്കയായിട്ട് വിഷയം എവിടെയെങ്കിലും ഉണ്ടെന്ന് തെറ്റി എവിടെ കണ്ണാക്കുണ്ടാക്കുണ്ടാന്ന് പറഞ്ഞു. അയ്യോ, അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ന്യൂമോണിയ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എന്നാ അത് പറ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ ഈ ക്ലാസ് ടീച്ചർ കയറിയത് ഈ ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് ചോദിച്ചു. അന്ന് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് കരഞ്ഞു. അന്നത്തോടുകൂടി പഠിത്തവും നിർത്തി. അതാണോ ചോദിച്ചത്? പിന്നെ തന്റെ ഭാര്യയ്ക്ക് ന്യൂമോണിയ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അവളും പഠിക്കാൻ മോശമായിരുന്നു, നമുക്കും ഉണ്ടായിരിക്കും. ഈ ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് അവക്കെന്നല്ല, ആരോട് ചോദിച്ചാലും പ്രശ്നം ഉണ്ടാവും. ഡോക്ടർ ബിബിൻ, ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് അറിയാമോ? അത് പ്രശ്നമാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നഴ്സ് മഞ്ജു അറിയാമോ? അത് ഇല്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല. മുരളി ഇങ്ങോട്ട് വരൂ. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? തന്റെ ഭാര്യയ്ക്ക് കാൽസ്യത്തിന്റെ കുറവുണ്ട്. ഉണ്ടാവണമല്ലോ. അതെങ്ങനെ? ഇത് ഞാൻ ഇവളോട് ഒന്നാമത്തെ കേസ് പറഞ്ഞ അനുസരിക്കുന്ന സ്വഭാവമില്ല. അപ്പൊ ഞാൻ പറയും, എടി ഈ ഉച്ച സമയത്ത് ഈ മാസികം വായിച്ച് ഈ കുണ്ടണിയും നുണയും പറഞ്ഞ് കിടക്കുന്ന സമയത്ത് ആ യൂട്യൂബ് എടുത്തിട്ട് ആ ബമ്പർ ശരി ഒന്ന് കാണും. നല്ല ഒന്നാന്തര സാധനങ്ങൾ കൊള്ളാവുന്നുണ്ടോ 1-2 നോട്ട് ചെയ്ത് വെക്കുന്നൊക്കെ ഞാൻ പറയും. അതെന്തിന്? അവക്ക് ഈ ഹാസ്യത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കാൽസ്യത്തിന്റെ കുറവുണ്ടെന്ന്. അത് ഞാൻ പരിഹരിക്കണം. അത് പിന്നെ താൻ റേഷൻ കാർഡ് കൊണ്ട് വന്നിട്ടുണ്ടോ? പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അരിമണ്ണനെ പഞ്ചാര മേടിക്കാൻ വന്നിരിക്കുകയാണല്ലോ. അതല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് APL ആണോ അതോ BPL ആണോ? അല്ലല്ല, ഞാൻ IPL ആണ്. ഞാൻ പക്ഷെ ആരും എന്നെ ലേലത്തിൽ എടുക്കുന്നില്ല. എന്താണ് താനൊരു കാര്യം ചെയ്യും, എന്തൊരു തന്നെ ഒച്ച കേക്കരുത് കേട്ടല്ലോ. മര്യാദക്ക് ഇരുന്നോണം. നിനക്ക് ഈ ഓമന ആരെന്ന് അറിയില്ല. ഞാൻ വല്ലതും പറഞ്ഞാ മാമി ചുമ്മാ കിടന്നോണ്ട് പറഞ്ഞ ഞാൻ എന്തേലും പറഞ്ഞാ ഞാൻ കാര്യം ചോദിച്ചിന് മറുപടി പറഞ്ഞല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. അത്ര ദേഷ്യപ്പെടണ്ടായിരുന്നു. പാവല്ലേ, ഒരു കുഞ്ഞിന്റെ മുഖം കാണാൻ വന്നിട്ട്. അതെ മുരളി, സോറി ട്ടോ മുരളി. എന്തിനാ ഇങ്ങനെ മൂടൗട്ടായിരിക്കുന്നത്? ഒറ്റ കസേരയേ ഉള്ളു. അപ്പൊ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമില്ല, അതാണ് മൂടൗട്ടായിട്ടിരിക്കുന്നത്. പോട്ടെ, താനിങ്ങനെ വിഷമിക്കാതെ. അല്ലല്ല, ഞാൻ എന്തായാലും ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചാ എന്റെ പെണ്ണുങ്ങളോടൊക്കെ ഒരു ആഗ്രഹം, അപ്പൊ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ടെന്ന് ചോദിച്ചു. ഞാൻ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അത് എന്താണെന്നറിയോ, ഞാൻ ദേഷ്യപ്പെടുന്നത് എന്റെ ഇവിടുത്തെ ജോലിയുടെ തിരക്കുകൊണ്ടാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ണാടി ആവശ്യമില്ല വെച്ചിരിക്കുകയാണ്. കണ്ണാടി കൂടെ നോക്കുന്നില്ല, ഇങ്ങനെയാണല്ലോ നോക്കണേ. അത് നമ്മൾ സിസ്റ്റർമാർക്ക് അങ്ങനെ, പ്രത്യേകിച്ച് ഹെഡ് നഴ്സുമാര്. ഓഹോ, ഞാൻ വേറെ കേസ് ചോദിക്കട്ടാ. ഈ ഡോക്ടറെ ഞാൻ കാണിച്ചോണ്ടിരുന്ന സമയത്തെ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു 3 മാസം മുതൽ ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ 3-ാം മാസം തൊട്ട് ആപ്പിളും ഓറഞ്ചും മുന്തിരി എല്ലാം കഴിക്കണം. ഓ അതെ. പക്ഷെ അത് എപ്പം നിർത്തണമെന്ന് മാത്രം ഡോക്ടർ പറഞ്ഞില്ല. അയ്യോ, അത് പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഒരു മണിക്കൂർ മുമ്പ് വരെ ഞാൻ ആപ്പിൾ തിന്നോണ്ടിരിക്കുകയാണ്. താണ്ടതാ ഇപ്പോഴും തിന്നോണ്ടിരിക്കണം. അതെ, ആര് തിന്നുന്ന കാര്യം പറഞ്ഞത്? ഞാൻ തിന്നുന്ന കേസാണ് പറഞ്ഞ. ഇവിടെ തന്നോട് ആപ്പിൾ കഴിക്കാനാണോ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ നിങ്ങളെ മുരളി തന്നോടല്ല പറഞ്ഞത്, പിന്നെ തന്റെ ഭാര്യയോട് ആപ്പിൾ കഴിക്കാനാ പറഞ്ഞത്. അവർക്ക് കൊടുക്കല്ലേ? ഇപ്പൊ തന്നെ വയറിത്രയുണ്ട്. ആപ്പിൾ ഓറഞ്ചൂടെ കഴിച്ച് പിന്നെ വയറ് നിർത്താൻ എന്തോ ചെയ്യും? ഇനി വരുമ്പോ അത് കാണരുത്. വരുമ്പോ അത് കാണരുതെന്നു. അല്ല, ഇവർ ഇത്ര കാണുന്ന പൊടിക്കേണ്ട കാര്യം എന്തുവാ? അല്ല, നമ്മളെ കണ്ട് കൊടുക്കാണ്ടോ അവർക്ക്? അല്ല, ഞാനിതെന്തോ ഇത് ചെയ്തോട്ടെന്നല്ലേ ചോദിച്ചുള്ളൂ. ഇനി കയറുകയും ചെയ്യും. അത് വാശിയാ. നിങ്ങൾ മിണ്ടരുത്. വേളമ്മക്കാരി ഞാൻ കയറി കൈകാര്യം ചെയ്യാം. ഇന്നൊരു അടി അടിക്കുമ്പോൾ കയറി വന്നാൽ കേട്ടാ. അങ്ങനെ ഇവിടെ പുറത്തില്ല. തള്ളിപ്പിടിച്ചോണ്ട് പോണേ. ഈ മാമിമാരോട് ഞാൻ പറഞ്ഞേ അവൻ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ നീന്തുവെന്ന്. അപ്പൊ മാമിമാര് പറയണ അങ്ങനെ നീന്തൂല്ലാന്ന്. അതുകൊണ്ട് അത് കാണിച്ചു കൊടുത്തത്. ഈ ക്യാമറ പറഞ്ഞു ഇനി കണ്ടുപോകരുത് കേട്ടല്ലോ. താൻ ഇനി ക്യാമറ ഇവിടെ കണ്ട ഈ ഓമൻ ആരാന്ന് ശരിക്കറിയും. അല്ല പിന്നെ ഞാൻ കയറും, നിങ്ങൾ കൂടെ കേട്ടാ. അങ്ങനെ വിട്ടാ കൊള്ളില്ല. അന്തരി കളി. പിന്നെ അതൊന്നും കാണണമല്ലോ.
മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമാ. എന്താ അവിടെ ഒരു ബഹളം? ഇല്ലല്ലോ, ഒന്നുമില്ല. അല്ല, അവിടെ എന്തൊരു ബഹളം കേട്ടല്ലോ. അല്ല, അത് വേറൊന്നുമല്ല. ഈ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഈ പ്രസവം ലൈവായിട്ട് വിടുമ്പോഴേ അവർക്ക് മില്യൺ അടിക്കും. പക്ഷെ എന്നെ പോലത്തെ സാധാരണക്കാര് അതൊന്ന് ഷൂട്ട് ചെയ്ത് ലൈവായിട്ട് വിടാൻ നിന്നാ നമ്മുടെ കവാലത്തിനടിക്കും. ഹലോ ഹലോ, അപ്പൊ ഇത് കാരക്കോണം ശാന്ത ചേച്ചിയല്ലേ? കാരക്കുട ശാന്ത ചേച്ചി നിന്റെ തള്ള. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോഴേ ഞാൻ പ്രശസ്ത ചലച്ചിത്ര താരം അർപ്പിത മേനോൻ. എന്റെ പൊന്നി ചേച്ചി, വൈറ്റ് പൊങ്കാലയുടെ ഒരു ബൈറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. ബൈറ്റ് പൊങ്കലയുടെ ഒരു ബൈറ്റ് ഞാൻ തരത്തില്ല. അതിനാ? നീയൊക്കെ എപ്പോഴും എന്റെ അടുത്ത് ഈ ആശംസ വീഡിയോ ചോദിക്കുമല്ലോ. അപ്പൊ ചോദിക്കുമ്പോ ഞാൻ തരാറുണ്ടല്ലോ. എന്നിട്ട് വല്ല ഇനാഗറേഷനോ ഡാൻസ് ഫംഗ്ഷനോ അതൊക്കെ വന്നിട്ട് നിങ്ങൾ വേറെ വലിയ വലിയ നടിമാരെ വിളിക്കും. എന്നെ നീ വിളിക്കാറില്ലല്ലോ. എന്റെ ചേച്ചി കമ്മിറ്റിക്കാര് പറയും ചേച്ചി അറിയത്തില്ല. എന്നെ അറിയത്തില്ലെന്നല്ലേ? എടാ നീ എന്റെ രോമാഞ്ചം കണ്ടിട്ടുണ്ടോ? ഇല്ല ചേച്ചി, ഞാൻ വീഡിയോ കോൾ ചെയ്യാം, എന്നെ ഒന്ന് കാണിച്ചു തരാമോ? എന്തോന്ന്? ചേച്ചിയുടെ രോമാഞ്ചം. എടാ, രോമാഞ്ചം സിനിമയുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ നിനക്കൊരു കാര്യം അറിയോ? വാഴയുടെ അവസാനം വരുന്നത് ഞാൻ അറിയാവോ? മുമ്പായിട്ടാണോ? എടാ, വാഴ സിനിമയുടെ കാര്യമാണ് പറയുന്നത്. എന്റെ ചേച്ചി നടക്കൂല്ലെന്ന് പറ. എടാ, നീ നോക്കിക്കോടാ, എന്റെ തലവര മാറാൻ പോവുക. അതെങ്ങനെ? ഞാനേ ഇവിടെ ദിവ്യനായൊരു സ്വാമിജിയെ കാണാൻ വന്നിട്ടുണ്ട്. കുയ്യോടാ. അദ്ദേഹം വിചാരിച്ച എന്റെ തലവര മാറും. നീ നോക്കിക്കോ, ഇന്ത്യൻ സിനിമന്റെ കൈവെള്ളയിലിരിക്കും, കൈവെള്ളയില്. ആ കൊച്ചു കൈവള ഇന്ത്യ സിനിമ മൊത്തം കൂടി ഇരിക്കുവോ? അച്ഛന് പോടാ അവിടുന്ന്, അച്ഛന് പോടാ. ശരി. ഷൂ, ഇവിടെ ആരെയും കാണാനില്ലല്ലോ. സ്വാമിജി, നമസ്കാരം. മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ലേ? അല്ല, എനിക്ക് മനസ്സിലായില്ല. സോറി. എന്നെ മനസ്സിലാവാത്ത ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുന്നത് ശരിയല്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. ഇത്രയും പോപ്പുലറായി എന്നെ കണ്ട മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. ഹലോ, ഓ നിന്നെ പ്രശസ്ത സിനിമാ താരം അർപ്പിത മേനോൻ. അതെ. അയ്യോ, സോറി. എനിക്ക് തിരിഞ്ഞു പോയപ്പോഴാ മനസ്സിലായിട്ടോ. അയ്യോ, എന്റെ മുഖം കിട്ടുന്നത് മനസ്സിലായില്ലായിരുന്നു. അല്ല, മുഖം അങ്ങനെ പടത്തിൽ കാണിക്കുന്നില്ലല്ലോ, അതാണ് തിരിഞ്ഞു പോയപ്പോ എനിക്ക് കിട്ടിയത്. ഞാൻ എല്ലാ സിനിമയും ഞാൻ കാണാറുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വലിയൊരു ഫാനാ ഞാൻ. അതായത് ഇപ്പൊ ഈ അടുത്ത് കണ്ടത് പതിവ്രതയുടെ 5ാമത്തെ കാമുകൻ എന്ന് പറഞ്ഞ സിനിമ. അതുപോലെ തന്നെ അരമതിലയിൽ അരമണിക്കൂർ ഇരിക്കും മലയാളി എന്ന് പറഞ്ഞു. ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അരി കളിക്കുന്ന അമ്മ വിളിക്കുന്ന വിടു മലയാളിയിലും ഉണ്ടോ? ആ താരത്തിലായിട്ടില്ലേ? ഓ, എന്തായാലും ഭംഗിയായിട്ട് എന്തായാലും കാര്യം പറയൂ. എന്താ കാര്യം എന്ന് പറയൂ. എനിക്കൊരു സഹായം ചെയ്യണം. അയ്യോ, പൈസയാണ് ചോദിക്കല്ലേ, ഞാൻ ആകെപ്പാടെ ടൈറ്റാ. ഇപ്പൊ ഞായറാഴ്ച പാണ്ടിയെ പേടിച്ചാൽ അകത്തിരിക്കുവായിരുന്നു, പിന്നെ സ്ത്രീ ശബ്ദം കേട്ടോണ്ട് വന്നതേ ഉള്ളൂ. അയ്യോ, അതല്ല, ഞാൻ എന്റെ കരിയറിനെ പറ്റി ചോദിക്കാൻ വന്നതാ. കരിയോലിനെ പറ്റി ചോദിക്കാൻ ഇവിടാണോ വല്ല വർക്ക്ഷോപ്പിലും പോകും? കരിയോലിനെ കുറിച്ചല്ല, പിന്നെ എനിക്ക് സിനിമയിൽ ഉള്ള തടസ്സം ഒന്ന് മാറി കിട്ടണം. ഓ, സിനിമയിൽ തടസ്സമുണ്ടല്ലേ? തടസ്സങ്ങളാ. ഓക്കെ, എന്തൊക്കെയാ കാര്യങ്ങൾ പറയൂ. പ്രധാനമായിട്ടും എനിക്ക് 3 തടസ്സങ്ങളാ ഉള്ളത്. ഇത് 4 എന്റെ ചെറുവിരലില്ലേ, അതിങ്ങനെ മടങ്ങത്തില്ല. ഓ, സിനിമ കണ്ടിട്ട് ആരോ കുത്തിവടിച്ച് വിട്ടു. അപ്പൊ എന്റെ പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് അമ്മയാ. പെറ്റ തള്ളയാ? സ്വന്തം പെറ്റുള്ള ഒരു മോളെ വളരാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അയ്യോ, ഇത് ഭയങ്കര മോശമാണ്. എന്റെ അമ്മയല്ല, പിന്നെ എന്റെ തള്ളയാ. അവർ ഇത്തിരി സൂക്കട. ഈ താരസംഘടന അമ്മയില്ലേ? ഓ, താരസംഘടന അമ്മ. ഈ അമ്മ എന്റെ പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത്. തടസ്സമുണ്ട്, അത് ശരിയല്ലത്. കാരണം അതിലുള്ള ഒരു അംഗമല്ലേ, ആ അംഗത്തിനെ എന്തിനു വിലക്കുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. അയ്യോ, ഞാനതിന്റെ മെമ്പർ അല്ല. മെമ്പർ അല്ല, പിന്നെ ഞാൻ മെമ്പർഷിപ്പ് ചോദിച്ചപ്പോ അവരെന്നെ വിലക്കി. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തടസ്സം എന്നുള്ളത്. അങ്ങോട്ട് ചെല്ലരുതെന്നും പറഞ്ഞ് വിലക്കി കളഞ്ഞു. അത് മര്യാദയ്ക്ക് ഓടുകല്ലേ, അങ്ങനെ ഓടട്ടെന്ന് ഓർത്തായിരിക്കും. പിന്നെ രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത് തമന്ന. ഓ, തമന്ന. ആ, തമിഴിലല്ലേ? അതെ. തടസ്സമുണ്ട്. അത് കുഴപ്പമില്ല, ഒരു മുട്ടയിൽ തീരാവുന്ന കേസുള്ളൂ. ഞാൻ പിന്നെ മെയിൻ തടസ്സം എന്ന് പറഞ്ഞാൽ ബോളിവുഡിൽ നിന്ന്. അത് ശരി. എന്റെ അത്ര ആക്റ്റീവ് അല്ലാത്തൊരു നടിയുണ്ടല്ലോ അവിടെ ഉണ്ടോ? പിന്നെ അവർ ഈ പതുക്കെ ഓണാവുന്ന ഒരു നടിയുണ്ട്. അങ്ങനെ പതുക്കെ ഓണാവുന്ന നടി ആരാ? അങ്ങനെ ഹിന്ദിയില് ദീപിക പതുക്കെ ഓൺ. എന്താ ഇവിടെ ഇങ്ങനെ വെക്കാവോ കൈ? വച്ചു.
ഞാൻ ഈ സൈസ് വർത്താനം കൊണ്ട് പറയും പതുക്കെ ഓണെന്നാണോ അത് പറയുന്നത്? പിന്നെ ദീപിക പത്കോൺ മനസ്സിലായി, ദീപിക പത്കോൺ എന്നാണ് അതിന്റെ പേര്. അതാണിതല്ലേ? ഒരു അക്ഷരവും തെറ്റിച്ച് വരുവാ ഞാൻ. എന്റെ കബഡി തീർക്കാനുള്ള പരിപാടിയാണ് പൊക്കോ. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വേറെ സിനിമാക്കാരൊക്കെ തിരുമേനിയെ കാണാൻ വരാറുണ്ടോ? പിന്നെ ഒത്തിരി സിനിമാക്കാർ സ്ഥിരം ഇവിടെ വരുന്നതല്ലേ. പിന്നെ മഞ്ജു പിള്ള വന്നിരുന്നു, നസീർ കോട്ട നസീർ എല്ലാരും വരും. ഇവരെല്ലാം സ്വന്തം അനുഗ്രഹം കൊണ്ടാ ഇത്രയും വലിയ ആളാവും. എല്ലാവർക്കും ഞാൻ ആവശ്യം പോലെ കൊടുക്കും. അങ്ങനെ കൊടുക്കും ഞാൻ. ഇത് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഇതില്ലേടാ, മറ്റേ നമ്മുടെ തുടരുമെന്ന് പറഞ്ഞ സിനിമയില്ലേ, തുടരുമെന്ന് പറയുന്ന സിനിമ അതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് ഇവിടെ വന്നിരുന്നു. വന്നിരുന്നു. അദ്ദേഹം വന്നിട്ട് ഈ സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പൊ ഞാനത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു കൊള്ളാം, സംഭവം സൂപ്പർ ഹിറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞു വിട്ടു. പക്ഷെ അതൊരു പ്രശ്നം വന്നത്, ആദ്യം അവര് എന്തോ ഒരു ഈ ബമ്പർ ശരിയിലൊക്കെ ഉള്ള ജിതിൻ മാമ എന്ന് പറയുന്ന ഇത്തിരി വണ്ണമൊക്കെ അയ്യോ ഉണ്ട് അറിയാം. ആ പയ്യനെ വെച്ചാണ് അത് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ഞാൻ അങ്ങനെയാണ് വിഷയമാവും, ഇത് ലാലേട്ടനെ വെച്ച് ചെയ്യൂ, ഇത് ഭംഗിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ സാധനം സൂപ്പർ ഹിറ്റ് ആയില്ലേ. കാരണം വെച്ചാൽ ലാലേട്ടൻ ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കുമല്ലോ അതിനകത്ത്, ഇങ്ങനെ ശാന്തമ്മി അതില്ലേ, ആ സാധനം ലാലേട്ടൻ അത് കളിച്ചുകൊണ്ടാണ് അത് തുടരും ഹിറ്റായത്. അപ്പൊ ജിതിൻ മാമ കളിച്ചിട്ടുണ്ടെങ്കിലോ അവന്റെ തൊട വരും, അല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. പിന്നെ അതുപോലെ പണ്ടൊരു പ്രൊഡ്യൂസർ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഇതുപോലെ കഥയായിട്ട് വന്നു, സിനിമ ചെയ്യുന്നു. ഞാൻ വായിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു സൂപ്പർ ഹിറ്റ് ആവും, മാറ്റമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഈ സിനിമയുടെ പേര് മാറ്റണം, കാരണം ഇത് ഈ സിനിമയുടെ പേരിലായിരിക്കും നിങ്ങൾ ഇനി അറിയപ്പെടാൻ പോണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പടത്തിന്റെ പേര് മാറ്റി കൊടുത്തു. എന്തായിരുന്നു സിനിമയ്ക്ക് ആദ്യം ഇട്ടുന്ന പേര്? പുള്ളി കൊണ്ടുവന്ന പേര് മണ്ണെന്നായിരുന്നു. ഞാനത് മാറ്റി കിരീടം എന്നാക്കി. ഇപ്പൊ അത് ഹിറ്റായതുകൊണ്ട് പുള്ളി കിരീട ഉണ്ണി, മണ്ണങ്ങാനും ഹിറ്റായിരുന്ന പുള്ളി മണ്ണുണ്ണി എന്ന് പറഞ്ഞു നടക്കുന്നത്. മനസ്സിലായി? അങ്ങനെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം ഈ മലയാളത്തിൽ മാത്രമേ വരാറുള്ളൂ, തമിഴിൽ നിന്ന് വരാറില്ലേ? തമിഴിൽ നിന്ന് പണ്ടൊരിക്കലും എനിക്ക് തോന്നുന്നു വാപൊളന്താൻ എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് ഇവിടെ വന്നിരുന്നു. അത് ഞാൻ പറഞ്ഞു അയ്യേ ഇത് മലയാളത്തിൽ വേറെ അർത്ഥം വരും, ഇത് ഓടത്തില്ല, അത് നമുക്ക് പേര് മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. സിനിമ അത് ആളവന്താൻ എന്നാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലൊന്ന് ആലോചിച്ച് നോക്കിയാൽ കമലാസം മുട്ടയടിച്ചു വാവളന്താൻ, അതാണ് ഞാൻ മാറ്റി കൊടുത്ത് ഇഷ്ടംപോലെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തിരുമേനി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. എന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, അതെനിക്കൊന്ന് തടസ്സം ഒന്ന് മാറ്റി തരണം. തടസ്സം നമുക്ക് ഇരിക്കാം. ഇരുന്ന് അത് എന്റെ കാര്യങ്ങളെ വിശദമായിട്ട് അത് കൈകാര്യം ചെയ്യണം. ശരി, എന്നാലും നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ശരി. അയ്യോ, ഇതെന്താ കുബൂസ് എന്ന് എഴുതി വെച്ചേക്കുന്നേ? ഇത് കുബൂസ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഇത് കുജൻ ബുധൻ സൂര്യൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ്. ഓ അതായിരുന്നല്ലേ. കൈവക്ക ഈ സൈസ് വർത്താനം പറഞ്ഞ ഞാൻ അടിക്കും കേട്ടെ. ഇതങ്ങനെ ഞാൻ എന്താന്നറിയാം, ഞാൻ മറന്നു പോകും. അതാ ഞാൻ കണ്ടോ, ഞാൻ സത്യം പറഞ്ഞ മഷി നോക്കി കാര്യങ്ങൾ പറയും. ഞാട്ടോ അതിലിവിടെ മഷി അണ്ണ ഈ പേനയുടെ മഷി ഉണ്ടല്ലേ പിന്നെ എഴുതി വെച്ചിരിക്കണേ, ഇത് നോക്കി ഞാൻ കാര്യം പറയും. അല്ലെ ഞാൻ മറന്നു, അങ്ങനെ തരത്തിലാണ് ഞാൻ. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഒരു 101 രൂപ ദക്ഷിണ ഇങ്ങോട്ട് വെക്കാം. 101. അയ്യോ, അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോകാം. അതെ. ദക്ഷിണയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുമ്പോഴേ നമ്മളത് തരണം. അതെ, പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇരിക്കേണ്ടി വരും ഞാൻ. ദക്ഷിണ യോ, ഇതെന്താ 100 രൂപ ഒരു മുട്ടായി? അല്ല, എന്റെ കയ്യിൽ ചില്ലറ ഇല്ലല്ലോ. അപ്പൊ 1 രൂപയ്ക്ക് പകരം ഞാനൊരു മുട്ടായി വെച്ചു. അതാണല്ലോ ഇവിടത്തെ കീഴ്വഴക്കം. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഞാൻ ഒരു രൂപയുടെ വെള്ളിത്തൊട്ട് ആ 1 രൂപ ഞാൻ അങ്ങ് ജപിച്ചു തരും. തൽക്കാലമുള്ള ഒരു സമരത്തിന് നന്നായിരിക്കും കേട്ടോ, അത് ഞാൻ അങ്ങ് ജപിച്ചു തരിക. ഞായറാഴ്ച മുടി കിട്ടാൻ പോലെ. അയ്യോ, ഇതെന്താ മുട്ടായി? ഇവിടെ ഒരു രൂപയുടെ വെള്ളിത്തൊട്ടില്ല, ഇതാണല്ലോ ഒരു കീഴ്വഴക്കം. അങ്ങനെ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. നാക്കിന്റെ അടിയിലിട, അതാകുമ്പോ രസം കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. നാളെ പറ. അതിനാ നാളെ പറയുന്നത്? അല്ല, ഞാൻ ഇന്നെന്തായാലും വന്നില്ലേ, അപ്പൊ നാളെ അത് പറയേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, നാളെ ഞാൻ ഫ്രീ അല്ല. അപ്പൊ ഇന്ന് കംപ്ലീറ്റ് പറഞ്ഞു കഴിച്ചിട്ടൊക്കെ പോവാം. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അതിനപ്പുറം ഞാൻ കാണിക്കും കേട്ടോ. ഇത് തീർക്കാനാണ് ഇവിടെ വെച്ച് നിർത്തായത്, ഈ കബഡി തീർക്കാനാണ്. വേണ്ട, എന്റെ പ്രശ്നങ്ങൾ മാറണം. ഒരു കാര്യം നാളെ പറയൂ. മീനത്തിലെ ഭരണി. എന്താ മീനത്തിലെ ഭരണി? ഷോ, എന്തു പറ്റി? ഞാൻ എന്റെ ഇത്ര കാലത്തെ ഈ നോട്ടത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നാള്. പിന്നെ മീനച്ചാരെന്ന ഭരണി അങ്ങനെയല്ലേ പറഞ്ഞ? അല്ല, മീനത്തിലെ ഭരണി എന്നാ പറഞ്ഞത്. ഷേ, അത് കൃത്യമായിട്ടൊക്കെ ഞാൻ വേണ്ട ഞാനിത് ഓക്കെ. അപ്പൊ ഇനി നമുക്കേ ഞാൻ ചോദിക്കട്ടെ, ഈ അമാവാസിയിലാണോ ജനനം? ഓക്കെ, ഞാൻ കൃത്യമായിട്ട് ചോദിക്കാം. ഞാൻ അമാവാസിയിലാണോ ജനനം? അല്ല, അങ്കമാലിയിലെ ജനനം. ഇത് ഇന്ന് ഈ കബഡി തീർത്തട്ടല്ല.
Oh my God. അങ്ങനെ ഞാൻ ചെയ്യും കേട്ടോ. ഞാൻ ചോദിക്കുന്ന അമാവാസി ദിനത്തിലായിരുന്നു ജനനം. ആയിരിക്കും. അങ്ങനല്ല അപ്പം ഒരു കാര്യം നമുക്ക് കബഡി വെച്ചിട്ടേ കൃത്യമായിട്ട് നോക്കിയാലാണ് പറയാൻ പറ്റുന്നത്. അതെ അതെ, കബഡി വെച്ച് നോക്കിയിട്ട് പറയാം. ഓ അയ്യോ തിരുമേനി, യോ എന്തോ ഇത് തിരുമേനി, യോ ഞാൻ സ്വർഗം കാണുവന്നോ ഞാൻ. തിരുമേനി എന്തോ യോ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് എന്റെ മോയോ. തിരുമേനി എന്തോ പറയുന്നേ? ഓ ഈ കബഡി കൈവെള്ള കിടന്ന് ഉള്ളുമ്പോ എന്തോ സുഖമാണെന്നറിയാ. അയ്യോ ചിലവത്ത് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കും കബഡി, എന്നിട്ട് എടുത്തിട്ട് തുറന്റെ അമ്മയെ പരമാനന്തോ ഉരുട്ടുന്നോ കുറച്ചു നേരം ഉരുട്ടുന്നോ. അയ്യോ വേണ്ട 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 വേണ്ട. തിരുമേനി, തിരുമേനി. ഓ ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. എന്തത്? ആ കൊള്ളാത്ത വേണ്ട. ഷോ ഇതാ ഞാൻ ഈ കബഡിയും പോക്കറ്റ് ഇട്ടോണ്ട് ബാറിൽ പോവാത്തെ. ഇന്നലെ അവിടുന്ന് ടച്ചിങ് എടുത്ത പീനട്ട് മസാല ഇന്നത് കിടക്കുവാ. തിരുമേനി, എനിക്ക് കുറെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നമുണ്ട്. ഓക്കെ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞോളൂ. എന്റെ ഈ കടം ഉണ്ടല്ലോ, കടങ്ങളെ ഞാൻ ഒഴിപ്പിച്ചു തരാം. കടം ഒഴിപ്പിച്ചു തരണം. ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ തൽക്കാലം ഒരു ജപിച്ച തകിടങ്ങ് തരാം. അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ വേഷത്തെ അങ്ങനെ വിഷയം ഉണ്ടോ? അതല്ല, തിരുമേനി ഞാൻ കാശ് എണ്ണി തരുന്നതല്ലേ, എനിക്ക് എന്തിനാ ഈ ദ്രവിച്ച തവിട് തരുന്നത്? വെക്കാവോ ഇവിടെ, വെക്കാവോ കൈ വെക്കാവോ. ഞാൻ ദ്രവിച്ച തകിടിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു ജപിച്ച തകിടിയാണെന്ന് തരാന്ന് ഞാൻ. ഇത് ചുമ്മാ പ്രാസ കോമഡി ആയിട്ട് ജോർജന്റെ അടുത്ത് വന്നിരിക്കുക. പിന്നെ എനിക്ക് ഈ സിനിമാഭിനയം അല്ലാതെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് അറിയാം. എനിക്ക് ഈ കൃഷിയുടെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്കൊക്കെ എപ്പോ സമയം കിട്ടണമെന്തോ. അതെ, കുട്ടനാട്ട് കുറച്ച് കൃഷിസ്ഥലം ഞാൻ വാങ്ങിയായിരുന്നു. ഓ ശരി ശരി. അവിടെ ഇപ്പൊ പണി അങ്ങോട്ട് നടക്കുന്നില്ല. ഓപ്പൺ എയർ അല്ലേ? ഈ പണിക്കാരെ കിട്ടുന്നില്ല, അതുകൊണ്ടാ. അതാണ് ആ പണിക്കാരെ കറക്റ്റ് കിട്ടാത്തതാണ് ഞാൻ കിട്ടുന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പണി കൃത്യമായിട്ട് നടക്കുന്നില്ല, പണിക്കാരില്ല, ഇല്ല, കൃഷി നടക്കുന്നില്ല. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, ഞാനൊരു യന്ത്രം അങ്ങ് തരാം. ഈ യന്ത്രം ഞാൻ കൈ കെട്ടണോ അരയെ കെട്ടണോ? കയ്യിലും കെട്ടണ്ട, ആരെയും കെട്ടണ്ട. പിന്നെ ഈ സർക്കസുകാർ ചെയ്യുന്ന പോലെ മുടിയുടെ തുമ്പി കെട്ടി വലിച്ചോണ്ട് പോകാൻ പറ്റും. അതെ, അത് യന്ത്രം. ആ പുറത്തൊരു കൊയ്ത്തന്ത്രം കിടപ്പുണ്ട്, അത് എടുത്തോണ്ട് അങ്ങ് പോവോ. അതിവിടാണോ വന്ന് പറയുന്നത്? പിന്നെ എവിടെ പറയണ്ടേ? കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൽ പറയൂ, അത് അവിടെയാണ്. ഞാൻ അതിരിക്കുവല്ല ഇവിടെ. അല്ല തിരുമേനി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. തിരുമേനി ഇങ്ങനെ ഒരുപാട് അത്ഭുത പ്രവർത്തികളൊക്കെ കാണിക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള. ഞാൻ അങ്ങനെ അന്യായ പണി കാണിക്കുന്ന ഒരുത്തനാ. ഇപ്പൊ ഞാൻ ഇവിടെ 3-4 ഉണ്ടായിരുന്നു, എല്ലാം സ്കൂളിൽ പോയേക്കുന്നുണ്ട്. അല്ലേ ഇതൊന്നും അല്ല മേഡ് ഇവിടെ. അയ്യോ, അത് കുൽസിത പ്രവൃത്തി. ഞാൻ ചോദിച്ച അത്ഭുത പ്രവൃത്തി. അത്ഭുത പ്രവൃത്തി ഞാൻ ചെയ്യുന്നവനെ. അപ്പൊ എന്നെ കാണിക്കാൻ എന്തെങ്കിലും കുറച്ച് അത്ഭുത പ്രവൃത്തികൾ കാണിക്കാവോ? ഓ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞാലേ, ഇപ്പൊ പെട്ടെന്ന് എടുത്ത് വെച്ച് കാണിക്കുമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് പ്ലീസ്. ഓക്കെ, ഞാൻ ഇത് പുറത്ത് വിടാത്ത കേട്ടോ, ഞാനിപ്പോ പെട്ടെന്നായതുകൊണ്ടേ. ഇത് കണ്ടോ ഈ മൊന്ത, ഈ ദിവ്യപാത്രത്തിലെ ഇതിലൊന്നുമില്ല. നോക്കൂ, ഇതിൽ ഒന്നുമില്ലാത്തൊരു സാധനം ഒന്നുമില്ല അല്ലോ. അപ്പൊ ഈ പാത്രം നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഇന്ത്യയിലെ ഏത് പ്രധാനപ്പെട്ട നദികളെ വേണമെങ്കിലും ഞാൻ എനിക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അത് ചുമ്മാ സത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ആണോ? പിന്നെ വെള്ളവും ഏത് നദി പറയട്ടെ ഞാൻ കൊണ്ടുവരാൻ പറ്റും. എന്നാ പിന്നെ കുറച്ച് ഗംഗാജലം കൊണ്ടുവരാമോ? ഗംഗാജലം ഇതിനകത്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ എന്നാ അങ്ങനെ ആകട്ടെ. ഞാനിത് പുറത്ത് വിടാത്ത കേട്ടോ. ഗംഗാജലം അറ്റിങ് പോ, ഞായറാഴ്ചയായിട്ട് പോയി മുടി കെട്ടിയാനാ. അതാണ് അതിശയമായിരിക്കുന്നു. അതെ അതെ അതെ. എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ട്. എനിക്ക് യമുന നദിയിലെ വെള്ളവും കൂടെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. ഇതിപ്പോ ഓരോന്ന് ഓക്കെ ആയിക്കോട്ടെ. യമുനാ നദി ഞായറാഴ്ച പോയി മുടി കെട്ടിയാനാ തലേ പേനി പറഞ്ഞാലും. അയ്യോ, അതിശയമായിരിക്കുന്നു. യമുന നദിയിലെ വെള്ളം. അങ്ങനെയാണ് എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ട്. എനിക്ക് ഭാരതപ്പുഴയിലെ വെള്ളം കൂടെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അല്ല വേണ്ട. എന്താ? അല്ല പോയിട്ട് പിന്നൊരു ദിവസം ആട്ടെ. ഇപ്പൊ അത് വേണ്ട. എനിക്ക് ഇപ്പൊ തന്നെ ഭാരതപ്പുഴയിലെ വെള്ളം ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അല്ല അത് പിന്നൊരു ദിവസം ആട്ടെ, പിന്നെ കാണിക്കാം. എന്റെ ഒരു ആഗ്രഹമാണ്, ഒന്ന് കാണിച്ചു തരാമോ? നിർബന്ധമാണ്. എന്തോ ചെയ്യാനാണ് ആഗ്രഹം കൊണ്ടാ. അതെ ഭാരതപ്പുഴ ഞായറാഴ്ച പോയി മുടി കെട്ടാതെ തിരക്കുണ്ടാലും കുഴപ്പമില്ല. അയ്യോ, വെള്ളം വന്നില്ല. അതെന്താണെന്നറിയാവോ? നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ഭാരതപ്പുഴ ഇപ്പോൾ വരണ്ടുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആര് പറഞ്ഞു? അതൊക്കെ പണ്ട് ഞാൻ ഇന്നലെയും കൂടെ അതുവഴി പോയപ്പോ കണ്ടായിരുന്നല്ലോ. ഭാരതപ്പുഴ നിറച്ച് വെള്ളമുണ്ട്. ഇല്ലില്ല, ഭാരതപ്പുഴ വരണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതപ്പുഴ വെള്ളമുണ്ട്. ഭാരതപ്പുഴ വെള്ളമില്ല. ഭാരതപ്പുഴ വെള്ളം ഉണ്ട്. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഭാരതപ്പുഴ വെള്ളമുണ്ട്. പക്ഷെ ഞാൻ ഈ മൊന്തക്കകത്ത് വെച്ചിരിക്കുന്ന സ്പോഞ്ചിനകത്ത് വെള്ളമില്ല. ആസാമി അല്ല, ഒന്നാം തരം മലയാളി.